ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതോ പുരതോ മമ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഭാഗവതം ദശമസ്കന്ധത്തിലെ 3-ാം അധ്യായമാണ് നാം ചർച്ച ചെയ്യുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം ഭഗവാന്റെ തിരു അവതാരമാണ്. പൂർണ്ണ അവതാരമായ പരിപൂർണ അവതാരമായ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ കൃഷ്ണൻ ദേവകിയിൽ നിന്ന് അവതരിക്കുന്നു. ആ അവതാരമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. എല്ലാവരും വളരെ ഭക്തിയോടുകൂടി ഇത് കേട്ട് മനസ്സിലാക്കി ഇത് പാരായണം ചെയ്യേണ്ടതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധഃ അഥാ തൃതീയോധ്യായഃ. ശ്ലോകം 1. ശ്രീശുക ഉവാച അത സർവഗുണോപേത കാലപരമശോഭനഃ യർഹ്യേവാജനജന്മർഷം ശാന്ത്യർഷഗ്രഹത്താരകം. പദച്ഛേദം. അഥ സർവഗുണോപേതഃ കാലഃ പരമശോഭനഃ യർഹി ഏവ അജന ജന്മർഷം ശാന്തർഷ ഗ്രഹ താരകം. ഭഗവാന്റെ അവതാര സമയത്ത് വർഷകാലമാണ്. ദിക്കുകളെല്ലാം തണുത്തു, പ്രകൃതി പ്രസന്നയായി ശോഭിച്ചു, എല്ലായിടവും ഐശ്വര്യ സമൃദ്ധമായിട്ട് കാണപ്പെട്ടു. ഗൃഹങ്ങളെല്ലാം ശാന്തനിലയിൽ അതാത് സ്ഥാനത്തിൽ അവ ബലങ്ങളായിട്ട് നിൽക്കുകയും ചെയ്തു. അഥ സർവഗുണോപേത. അഥ അനന്തരം സർവഗുണോപേത കാലപരമശോഭനഃ യർഹി ഏവ അജനജന്മർഷം. അജനജന്മർഷം ബ്രഹ്മാവാകുന്ന ദേവതയോടുകൂടിയ നക്ഷത്രത്തോടും. അഥ അജനജന്മർഷം ബ്രഹ്മാവാകുന്ന ദേവതയോടുകൂടിയ നക്ഷത്രത്തോടും. ശാന്തർഷ ഗ്രഹതാരകം ശാന്തങ്ങളായ ഗ്രഹങ്ങളോടും നക്ഷത്രങ്ങളോടും കൂടിയതും. സർവഗുണോപേതഃ സർവഗുണങ്ങളോടു കൂടിയതും. പരമശോഭനഃ ഏറ്റവും കല്യാണപ്രദവുമായ. കാലഃ സമയം. യർഹി ഏവ അപ്പോൾ വന്നു. അപ്പോൾ എപ്പോൾ ഇങ്ങനെ ഉള്ള കാലം വന്നുവോ അപ്പോഴാണ് ഭഗവാന്റെ തിരു അവതാരം. നാരായണനിൽ നിന്ന് ജനിച്ച ബ്രഹ്മാവാകുന്ന ദേവതയോടുകൂടിയ നക്ഷത്രം, അതായത് രോഹിണി നാൾ, അശ്വിന്യാദി നക്ഷത്രങ്ങളും സൂര്യാദി ഗ്രഹങ്ങളും അന്യങ്ങളായ താരകങ്ങളും ശാന്തങ്ങളായിരിക്കുന്നു. ദുഷ്ടസ്ഥാനങ്ങളിൽ അവ നിൽക്കാതെ
അന്യോന്യം അനുകൂലമായ സ്ഥാനങ്ങളിൽ ആ ഗ്രഹങ്ങളെല്ലാം നിൽക്കുന്നു. ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ശനി ഈ ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്നു. ഇടവലഗ്നം. 11 വ്യാഴം, ചിങ്ങത്തിൽ സൂര്യൻ, തുലാത്തിൽ ശുക്രൻ, വൃശ്ചികത്തിൽ രാഹു, അർദ്ധരാത്രി സമയം. അഷ്ടമി തിഥി ബുധനാഴ്ച. ചിങ്ങമാസത്തിലെ അഷ്ടമി തിഥി, രോഹിണി നാൾ. ഇങ്ങനെയെല്ലാം യോജിച്ച ശുഭസമയത്തിൽ സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപിയായ താമര ദളലോചനായ സച്ചിദാനന്ദ സ്വരൂപനായ പരിപൂർണ സ്വരൂപനായ ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചു. ശ്ലോകം ഒന്നുകൂടെ നോക്കാം. അഥ സർവഗുണോപേത കാലപരമശോഭനഃ യർഹ്യേവാജന ജന്മർഷം ശാന്തർഷഗ്രഹതാരകം. ശ്ലോകം 2. ദിശപ്രസേതുർ ഗഹനം നിർമ്മലോടു ഗുണോദയം മഹീമംഗളഭൂയിഷ്ട പുരഗ്രാമവ്രജാകരാം. പദച്ഛേദം. ദിശഃ പ്രസേതുഹു ഗഹനം നിർമ്മല ഉടുഗുണോദയം. ഇതാണ് നിർമ്മലോടു ഗുണോദയം. മഹി മംഗളഭൂയിഷ്ട പുരഗ്രാമ വ്രജാകര. ദിശഃ പ്രസേതുഹു. ദിശകളെല്ലാം നല്ലവണ്ണം ശോഭിച്ചു. അർദ്ധരാത്രിയാണ്, ഭയങ്കര ഇടിമിന്നലുള്ള സമയമാണ്. പക്ഷേ പൂർണ്ണചന്ദ്രൻ അപ്പോഴില്ല. പക്ഷേ പൂർണ്ണചന്ദ്രൻ ഉദിച്ചതുപോലുള്ള പ്രകാശം ആകാശത്ത് നിർമ്മലങ്ങളായ നിർമ്മല ഗുണോ ഉടുഗുണോദയം. ഉടു എന്ന് വെച്ചാൽ നക്ഷത്ര സമൂഹങ്ങൾ. നക്ഷത്ര സമൂഹങ്ങളോട് കൂടിയത് മഹി. ഭൂമിയാണെങ്കിലോ മംഗള ഭൂയിഷ്ടം, ഐശ്വര്യപ്രദമാണ്. വൃക്ഷങ്ങളും മറ്റു ചെടികളെല്ലാം ഫലങ്ങളെയും പുഷ്പങ്ങളെയും കൊണ്ട് നിറഞ്ഞു. പ്രകൃതി പ്രസന്നയായിരിക്കുന്നു. പിന്നെ പുര ഗ്രാമ വ്രജാകാര, അതായത് പുരങ്ങള്, ഗ്രാമങ്ങള്, പുരങ്ങൾ പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ, വ്രജങ്ങൾ ഗോകുലങ്ങള്, പിന്നെ സ്വർണരത്നാദിഖനികൾ എല്ലാം വളരെയധികം ഐശ്വര്യപൂർണമായി ശോഭിച്ചു. അപ്പോൾ ഭഗവാന്റെ ആ ജനന സമയമായപ്പോൾ ഭൂമി വളരെയധികം പ്രസന്നയായി. എല്ലാ പേർക്കും വളരെയധികം സന്തോഷമുണ്ടായി. അതുവരെ ആ കംസന്റെ ഉപദ്രവം കൊണ്ട് വളരെയധികം ദുഃഖിച്ചിരുന്ന ജനങ്ങൾക്കെല്ലാം എന്തോ ആ സമയമായപ്പോൾ ഭയങ്കര സന്തോഷം. പ്രകൃതി പ്രസന്നയായി. ശ്ലോകം 2. ദിശപ്രസേതുർ ഗഗനം നിർമ്മലോടു ഗുണോദയം മഹിമംഗളഭൂയിഷ്ട പുരഗ്രാമവ്രജാകരഃ. ശ്ലോകം 3. നദ്യപ്രസന്ന സലിലാ ഹൃദാജലോ ജലരുഹാശ്രിയഃ ദിജാളികുല സന്നാദ സ്തബക വനരാജയഃ. ഇനി നദ്യഃ, നദികളാണെങ്കിലോ നദ്യഃ പ്രസന്ന സലില ഹൃദ ജല രുഹശ്രിയഃ ദിജ അളികുല സന്നാദ തബക വനരാജയഃ. നദ്യഃ, നദികൾ എങ്ങനെയായിരുന്നു? പ്രസന്ന സലില, തെളിഞ്ഞ വെള്ളത്തോടു കൂടിയതായിരുന്നു. ഭഗവാന്റെ അവതാര സമയം നദികളെല്ലാം, കലങ്ങി മറിഞ്ഞിരുന്ന നദികളെല്ലാം തെളിഞ്ഞ വെള്ളത്തോടുകൂടി ഒഴുകുന്നു. ഹൃദാഹ, അഗാധ ജലസ്ഥാനങ്ങളൊക്കെ ആണെങ്കിലോ ജലരുഹശ്രിയ, താമരപ്പൂക്കൾ വിടർന്നു. ഇപ്പോൾ സന്ധ്യയാകുമ്പോൾ, രാത്രിയാകുമ്പോൾ താമരപ്പൂക്കൾ വിടരുകയില്ല. പക്ഷേ ഭഗവാന്റെ അവതാര സമയമായപ്പോൾ പ്രകൃതിയിലുള്ള സകല ചരാചരങ്ങൾക്കും ആനന്ദമുണ്ടായി. അങ്ങനെ താമരപ്പൂക്കൾ പോലും വളരെ ശോഭയോടുകൂടി കാണപ്പെട്ടു. വനരാജഹ, വനനിരകളാണെങ്കിലോ ദിജ അളികുല സന്നാദ സ്തബക. ദിജ, ദിജ എന്ന് വെച്ചാൽ പക്ഷികൾ, അളി വണ്ടുകൾ, അളികുല വണ്ടുകളുടെ സന്നാദ മനോഹര ശബ്ദങ്ങളോടുകൂടിയ, സ്തബക എന്ന് വെച്ചാൽ
പൂങ്കൊത്ത്, അതായത് എല്ലാ മരങ്ങളും പൂത്തു ഉലഞ്ഞു. ഭഗവാന്റെ ആ അവതാര സമയമായപ്പോൾ എല്ലാ ചെടികളും പൂത്തുലഞ്ഞു. രാവിലെ പൂക്കുന്ന താമരപ്പൂ പോലും അർദ്ധരാത്രിയിൽ വിരിഞ്ഞു. എല്ലാം നല്ല ശോഭയോട് കൂടിയതായിരുന്നു. രാത്രി താമരപ്പൂ വിരിക, പക്ഷികൾ ശബ്ദിക്കുക, ഇങ്ങനെയൊന്നും ചെയ്യുകയില്ല. പക്ഷേ ആരാണ് അവതരിക്കുന്നത്? പരിപൂർണ സ്വരൂപനായ സച്ചിദാനന്ദ സ്വരൂപനായ ആ പരബ്രഹ്മമാണ് അവതരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രകൃതിയിൽ അതിൻ്റെതായ മാറ്റം ഉണ്ടായി. നദ്യപ്രസന്ന സലില ഹൃദാജലരുഹശ്രിയ ദിജാളികുല സന്നാദ സ്തബകവനരാജയകാം. ശ്ലോകം 4. വവൗ വായോ സുഖസ്പർശ പുണ്യഗന്ധവഹ ശുചിഃ അഗ്നയശ്ച ദിജാദീനാം ശാന്താസ്തത്ര സമന്ധിതാം സമന്ധതാം. പദച്ഛേദം. വവൗ വായുഃ സുഖസ്പർശഃ പുണ്യഗന്ധവഹഃ ശുചിഃ അഗ്നയഃ ച ദിജാദീനാം ശാന്താഃ തത്ര സമിന്ധതാ. വവൗ വായു, വായു ആണെങ്കിലോ വവൗ കാറ്റ് വീശി. എങ്ങനെയാണ്? സുഖസ്പർശ പുണ്യഗന്ധവഹ, സുഖസ്പർശത്തോടുകൂടി മന്ദമാരുതൻ, എല്ലാവർക്കും സുഖത്തെ നൽകുന്ന കാറ്റാണ്. സുഖസ്പർശത്തോടും പുണ്യഗന്ധവഹ, പുണ്യമായ ഗന്ധത്തെ വഹിച്ചുകൊണ്ടും. അപ്പൊ എല്ലാ ചെടികളും രാത്രി പൂത്ത് ഉലഞ്ഞു. അപ്പോൾ ആ പുണ്യമായ ഗന്ധത്തെ വഹിച്ചുകൊണ്ട് ആ കാറ്റ് അങ്ങനെ ശുചിഹി, ശുദ്ധമായ കാറ്റ് അങ്ങനെ വീശി. വവൗ വീശി. ദിജാദീനാം ബ്രാഹ്മണരുടെ അഗ്നയച്ച അഗ്നികളും ശാന്താഹ ശാന്തങ്ങളായിട്ട് തത്ര ആ സമയത്തിൽ സമന്ധത ഉജ്ജ്വലിക്കുകയായിരുന്നു. അപ്പോ ബ്രാഹ്മണർ അഗ്നിഹോത്രാദികൾ ചെയ്യുമ്പോൾ അവരുടെ അഗ്നിയും നല്ലവണ്ണം ഉജ്ജ്വലിച്ച് കാണപ്പെട്ടു. അവ തത്ര ആ സമയത്തിൽ ശാന്താഹ ഉജ്ജ്വലിക്കുന്നവയും പ്രദക്ഷിണമായ ജ്വാലകളോടുകൂടിയും ഭവിച്ചു. അപ്പോൾ നേരത്തെ അതെല്ലാം കെട്ടടങ്ങിയിരുന്നെങ്കിലും ഭഗവാന്റെ അവതാര സമയമായപ്പോൾ എല്ലാം ഉജ്ജ്വലമായി ശോഭിച്ചു. ശ്ലോകങ്ങളുടെ വവോ വായോ സുഖസ്പർശ പുണ്യഗന്ധവഹ ശുചിഃ അഗ്നയശ്ച ദിജാദീനാം ശാന്ത്രസ്തത്ര സമിന്ധതാം. 6. ജഗുകിന്നര ഗന്ധർവ തുഷ്ടവോ സിദ്ധചാരണാഃ വിദ്യാധരീശ്ച നനുദുർ അപ്സരോഭി സമം മുദാ. ശ്ലോകം 7. മുമുജുർമുനയോ ദേവ സുമനാംസി മുദാന്വിതാഃ മന്ദം മന്ദം ജലധര ജഗർജുർ അനുസാഗരം. പദച്ഛേദം. മുമുജുഹു മുനയഃ ദേവാഃ സുമനാംസി മുദാന്വിതാഃ മന്ദം മന്ദം ജലധരം ജഗർജോർ അനുസാഗരം. മുനയഃ ദേവാഃ മുനികളും ദേവന്മാരും എന്തു ചെയ്തു? മുദാ അന്വിതാഃ വളരെ സന്തോഷത്തോടുകൂടി സുമനാംസി മുമുജുഹു പുഷ്പങ്ങളെ വർഷിച്ചു. പുഷ്പങ്ങളെ അവര് എന്ത് ചെയ്തു? വിതറി. അതായത് പുഷ്പവൃഷ്ടി നടത്തി. ആകാശത്ത് നിന്നും പുഷ്പവൃഷ്ടി നടത്തി. ജലധര മേഘങ്ങൾ മന്ദം മന്ദം മെല്ലെ മെല്ലെ അനുസാഗരം സാഗരത്തിനനുസരിച്ച് ജഗർജുഗു ഗർജിച്ചു. അപ്പോൾ സമുദ്രം ശബ്ദിച്ചു തുടങ്ങി. ആകാശത്തിൽ മേഘങ്ങളും മെല്ലെ മെല്ലെ ഗർജിച്ചു. ഇടിമുഴക്കം ആരംഭിച്ചു. അർദ്ധരാത്രി സമയം ഇടിമിന്നലുണ്ടായി. സമുദ്രം മെല്ലെ മെല്ലെ ഇളകി. ആ സമയത്ത് അർദ്ധരാത്രി, ആ സമയത്ത് ഭഗവാൻ അതാ അവതരിക്കുന്നു. ശ്ലോകം 8 ഭഗവാന്റെ അവതാരമാണ്. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്ലോകം 8. നിശീതേ തമമുദ്ബോധേ ജായമാനേ ജനാർദ്ദനേ
ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയഃ ആവിരാസീതഥാ പ്രാച്യ ദിശീന്ദൂർ ഇവ പുഷ്കലഃ നിശീതേ തമ ഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയഃ ആവിരാസീതഥാ പ്രാച്യ ദിശീർ ഇന്ദുർ ഇവ പുഷ്കലഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. പദച്ഛേദം നോക്കാം. അങ്ങനെ ഭഗവാൻ അവതരിച്ചു. നിശീധേ തമ ഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണുഃ സർവഗുഹാശയഃ ആവിരാസീത് യഥാ പ്രാച്യാം ദിശി ഇന്ദുഃ ഇവ പുഷ്കലഃ. നിശീതേ തമ ഉദ്ഭൂതേ. തമ ഉദ്ഭൂതേ നിശീതേ എന്ന് വെച്ചാൽ അർദ്ധരാത്രിയിൽ. തമ ഇരുട്ട്. ഉദ്ഭൂതേ ആ അർദ്ധരാത്രിയിൽ, ആ ഇരുട്ട്, ഭയങ്കരമായ ഇരുട്ടിന്റെ സമയത്ത് ദേവരൂപിണ്യാം ദേവക്യ ദേവരൂപിണിയായ ദേവമാതാവായ, പൂർവജന്മത്തിൽ നേരത്തെ പറഞ്ഞു ദേവകി അതിഥിയായിരുന്നു. ദ്വാദശ ആദിത്യന്മാരുടെ അമ്മയാണ് അതിഥി. അപ്പോ ദേവകി ദേവന്മാരുടെ അമ്മയാണ്, ദേവരൂപിണിയാണ്. ദേവതാരൂപിണിയായ ആ ദേവകിയിൽ ജനാർദ്ദനേ ജായമാനേ, ജനാർദ്ദനൻ ജനിക്കുന്ന സമയത്തിൽ, ജനാർദ്ദനൻ ജനാനാം സന്താപം അർദ്ധയതി ഇത് ജനാർദ്ദനഃ. ജനങ്ങളുടെ സന്താപത്തെ, ദുഃഖത്തെ എല്ലാം ഇല്ലാതാക്കുന്നവനെയാണ് ആരെന്ന് പറയുന്നത്? ജനാർദ്ദനൻ എന്ന് പറയുന്നത്. അപ്പോ ഭഗവാന്റെ അവതാര സമയത്ത് തന്നെ ജനങ്ങൾക്കെല്ലാം സന്തോഷമായി, പ്രകൃതി തന്നെ പ്രസന്നമായി. അപ്പൊ അതായത് ജനങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ഭഗവാൻ ഇല്ലാതെയാക്കി ഭഗവാന്റെ അവതാര സമയത്തിൽ തന്നെ. ജനാർദ്ദനേ ജായമാനേ ജനിക്കുന്ന ആ സമയത്തിൽ സർവഗുഹാശയാ സകല ഗുഹകളിലും വ്യാപിച്ചും, അതായത് എല്ലാ പേരുടെയും ഹൃദയ ആകാശത്തിൽ ഇരിക്കുന്ന ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുമല്ലോ, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. അപ്പൊ ഞാൻ ആത്മാവായിട്ട് എല്ലാവരുടെയും ഹൃദയ ഗുഹയിൽ വസിക്കുന്നു. അതാണ് ഇവിടെ സർവഗുഹാശയ എന്ന് പറയുന്നത്. ഭഗവാൻ എല്ലാവരുടെയും ഹൃദയ ഗുഹയിൽ വസിക്കുകയാണ്. ആവിരാസീത്, ഭഗവാൻ ആവിരാസീത് ആവിർഭവിച്ചു, അവതരിച്ചു. ഭഗവാനെ ജനിച്ചു എന്ന് പറയില്ല, അവതരിച്ചു. അവതരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരിക. അപ്പൊ ഭഗവാൻ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നു. അവതാര ഉദ്ദേശം കഴിഞ്ഞിട്ടോ അതുപോലെ തിരിച്ച് പോവുകയും ചെയ്യും. ആവിരാസീത് യഥാ പ്രാച്യാം ദിശി ഇന്ദുഃ ഇവ പുഷ്കലഃ. അവിടെ വിഷ്ണുഹു എന്ന് പറഞ്ഞിരിക്കുന്നു. വിഷ്ണു എന്ന് പറഞ്ഞാൽ വ്യാപ്നോതി ഇത് വിഷ്ണു, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനാണ് വിഷ്ണു. അപ്പൊ ഭഗവാൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതാണ്. പക്ഷേ എല്ലാവരുടെ ഗുഹയിലും, ഹൃദയ ഗുഹയിലും ഭഗവാൻ ഉണ്ട്. വിഷ്ണുഹു ഇന്ദുഹു, ഇന്ദു എന്ന് വെച്ചാൽ ചന്ദ്രൻ. പ്രാച്യാം ദിശിയത, പൂർണ്ണചന്ദ്രൻ കിഴക്ക് ഉദിച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെയാണ് ആവിരാസി. അപ്പൊ ആ ഇടിമിന്നലുള്ള സമയത്ത് പൂർണ്ണചന്ദ്രൻ ഇല്ല. അപ്പൊ ആ പൂർണ്ണചന്ദ്രൻ ഉദിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഭഗവാൻ ദേവകിയിൽ നിന്ന് അവതരിച്ചു വന്നത്. അപ്പോൾ ആ ഭഗവാന്റെ അവതാരം അവിടെ പുഷ്കല രൂപനായ
വിഷ്ണു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുഷ്കല എന്ന് വെച്ചാൽ പരിപൂർണനായിരിക്കുന്ന. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാണ്. ഭഗവാൻ തന്നെയാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. ആ പരബ്രഹ്മം തന്നെയാണ് കൃഷ്ണൻ. പരിപൂർണ അവതാരനാണ് കൃഷ്ണൻ. ബാക്കിയെല്ലാം അംശാവതാരമാണ്. കൃഷ്ണനാണ് പരിപൂർണ അവതാരം. സച്ചിദാനന്ദ സ്വരൂപനായ ആ കൃഷ്ണൻ അങ്ങനെ ചന്ദ്രൻ കിഴക്ക് ഉദിച്ച് എങ്ങനെ തിളങ്ങുന്നുവോ അതുപോലെ ദേവകിയുടെ ഗർഭത്തിൽ നിന്നും അവതരിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ആ സമയത്ത് ആ ഇരുട്ടെല്ലാം മാറി. അർദ്ധരാത്രി കൂരിരുട്ട് സമയമാണ്. പക്ഷെ ഭഗവാന്റെ അവതാര സമയത്തിൽ എല്ലാവരുടെ ഹൃദയത്തിൽ നിന്നും ആ അന്ധകാരം മാറി, ഇരുട്ട് മാറി. അതായത് അജ്ഞാനമാകുന്ന അന്ധകാരം മുഴുവൻ ഇല്ലാതായി. അപ്പൊ കൃഷ്ണൻ അവതരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ് കൃഷ്ണന്റെ അവതാരം എന്ന് പറയുന്നത്. ഇവിടെ ദേവകി എവിടെയാണ്? കംസന്റെ കൽത്തുറുങ്കിലാണ്. അപ്പൊ കൃഷ്ണൻ അവിടെ അവതരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ് കൃഷ്ണൻ അവതരിക്കേണ്ടത്. അതിനെന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ അന്ധകരണം ശുദ്ധമായിരിക്കണം. അന്ധകരണം ശുദ്ധമാണെങ്കിൽ എന്ത് ചെയ്യണം? അതിൽ നിന്ന് അഷ്ടരാഗങ്ങൾ, കാമക്രോധ മോഹ ലോഭ മത മാത്സര്യ അസൂയ ഡംബ ഇവയെല്ലാം ഇല്ലാതാകണം. അതിനെന്ത് ചെയ്യണം? ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിക്കണം. ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ഭഗവാനെ തന്നെ ധാരണ ചെയ്യുമ്പോൾ, ധ്യാനം ചെയ്യുമ്പോൾ ഭഗവാൻ ആ അന്ധകരണത്തിലെ ആ ദൂഷ്യങ്ങളെല്ലാം, മാലിന്യങ്ങളെല്ലാം ഇല്ലാതാകുമ്പോൾ ഭഗവാൻ നമ്മുടെ അന്ധകരണത്തിൽ തന്നെ അവതരിക്കും. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും അന്ധകരണത്തിൽ വേണം ഭഗവാൻ അവതരിക്കേണ്ടത്. അതിന് നാം എന്ത് ചെയ്യണം? ആ ഭഗവാന്റെ ആ പ്രാർത്ഥന എപ്പോഴും ആ കൃഷ്ണ പാദാംബുജം തന്നെ നമ്മൾ ഓർമ്മിക്കുക. നിത്യം ഭജിക്കുക, നിത്യം സ്തുതിക്കുക, നിത്യം സ്മരിക്കുക കൃഷ്ണ പാദാംബുജം. ആ ദിവസവും ആ കൃഷ്ണന്റെ പാദാംബുജം സ്മരിക്കുകയും ഭജിക്കുകയും എല്ലാം ചെയ്യുക. അപ്പോൾ എപ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും ആ കൃഷ്ണന്റെ ഓർമ്മ ഉണ്ടായിരിക്കണം. സർവം നാരായണായേതി സമർപ്പയാമി. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. അപ്പൊ നാം എന്തൊക്കെ ചെയ്യുന്നുവോ അതെല്ലാം ആർക്ക് സമർപ്പിച്ചേ ചെയ്യാവൂ? കൃഷ്ണന് സമർപ്പിച്ചേ ചെയ്യാവൂ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ അന്ധകരണം ശുദ്ധമാവും. തീർച്ചയായും കൃഷ്ണൻ നമ്മുടെ ഹൃദയ ഗുഹയിലും അവതരിക്കും. ഇനി ശ്ലോകം 8 ഒന്നുകൂടെ നമുക്ക് നോക്കാം. നിശീധേ തമമുദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയഃ ആവിരാസീദതാ പ്രാച്യാം ദിശി ഇന്ദൂരിവ പുഷ്കലഃ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. അപ്പോൾ ഭഗവാൻ ദേവകിയിൽ നിന്ന് അവതരിച്ചു. പിന്നെ ഭഗവാനെ ആദ്യം കണ്ടതാരാണ്? വസുദേവരാണ്. 9ഉം 10ഉം ശ്ലോകങ്ങളിൽ എങ്ങനെയാണ് ഭഗവാനെ ദർശിച്ചത്? വസുദേവർ ആദ്യം കണ്ടു, ദേവകിയും കണ്ടു. എന്നിട്ട് ആദ്യം വസുദേവർ ഭഗവാനെ സ്തുതിക്കുന്നതാണ്. അപ്പോൾ സാധാരണ ഒരു ശിശുവായിട്ടല്ല ഭഗവാൻ അവതരിച്ചത്. എങ്ങനെയാണെന്ന് നോക്കാം. 9ഉം 10ഉം ശ്ലോകങ്ങളിലായിട്ടാണ് ആ ഭഗവാന്റെ ആ വിവരണം കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഭഗവാൻ അവതരിച്ചത്? തമത്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭി കൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധ സൗഭഗം. വിലമതിക്കാൻ കഴിയാത്ത രത്നങ്ങൾ പതിപ്പിച്ചിട്ടുള്ള കിരീടം, അതുപോലെ ആ മകര കുണ്ടലങ്ങൾ, ഇവയുടെ ദിശ ശോഭയോടുകൂടി, പിന്നെ പരിഷുപ്ത സഹസ കുന്തളം, പരിഷുപ്ത സഹസ കുന്തളം, വ്യാപിക്കപ്പെട്ട നല്ല ചുരുണ്ട തലമുടിയോടുകൂടി, ഉദ്ദാമ കാഞ്ചിയംഗ കങ്കണാദിഭി, ഉത്കൃഷ്ടമായ കാഞ്ചി അരഞ്ഞാണം, കടകം വള, തോൾവള അല്ലാത്ത വളകൾ, വിരോചമാനം, ഇതെല്ലാം കൊണ്ട് ശോഭിച്ച് അത്ഭുതമായിരിക്കുന്ന തം ബാലകം, ആ ബാലകനെ വസുദേവം
ഐക്ഷത. അങ്ങനെ വസുദേവൻ കണ്ടു. അപ്പൊ 4 കൈകളിൽ ശംഖുചക്ര ഗദാധാരിയായിട്ടുള്ള മകരകുണ്ടലങ്ങളും കിരീടവും അതുപോലെ കടക കങ്കണ എല്ലാം ധരിച്ച്, കാഞ്ചി എല്ലാം ധരിച്ച്, അതുപോലെ കൗസ്തുഭരത്നം ധരിച്ച മഞ്ഞപ്പട്ടുടുത്ത ആ ഭഗവാനെ വസുദേവൻ കണ്ടു. അപ്പൊ ഇവിടെ ഭഗവാൻ 4 കൈകളിൽ 4 ആയുധങ്ങൾ എടുത്തിരിക്കുന്നു. ശംഖ്, ചക്ര, ഗദ, പത്മം. അപ്പൊ ഇത് എല്ലാം ഭഗവാനിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നതിനാണ് 4 കൈകളിൽ 4 സാധനങ്ങൾ വച്ചിരിക്കുന്നത്. അപ്പൊ ശംഖ് എന്ന് പറയുന്നത്, ഭഗവാന്റെ ശംഖ് എന്ന് പറയുന്നത് പാഞ്ചജന്യമാണ്. അത് പ്രപഞ്ചത്തിന്റെ പ്രതീകമാണ്. അപ്പൊ പ്രപഞ്ചം പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതിനെല്ലാം നാമങ്ങളും രൂപങ്ങളുമുണ്ട്. അതുപോലെ ശംഖിന് നാമവും രൂപവുമുണ്ട്. ഇനി ചക്രം എന്ന് പറയുന്ന കാലചക്രമാണ്, സുദർശന ചക്രം. സുദർശനം, നല്ല ദർശനത്തോടുകൂടിയ ചക്രം. അപ്പൊ നമുക്ക് സുദർശനം ഉണ്ടായിരിക്കണം, ശ്രേഷ്ഠമായ ദർശനം ഉണ്ടായിരിക്കണം, നല്ല കാഴ്ച ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി ഗദ എന്ന് പറയുന്നത് കൗമോദകിയാണ്. ഗദ ഒരു ആയുധമാണ്, ജയിക്കാനും പ്രതിരോധിക്കാനുമുള്ള ആയുധം. ശരീരതലത്തിൽ നമുക്ക് ആലസ്യവും മനോതലത്തിൽ അജ്ഞതയുമാണ് നമ്മുടെ ശത്രുക്കൾ. അപ്പൊ ചിട്ടയോടുള്ള ജീവിതം കൊണ്ട് ധ്യാനം പരിശീലിച്ച് ഭഗവാനിൽ മനസ്സ് ഉറപ്പിക്കണം. അങ്ങനെ ഉറപ്പിച്ചാൽ നമുക്ക് നമ്മെ ഒന്നിനും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് ജയം തന്നെ ഉണ്ടാകും. ഇത് ഭഗവാൻ നമുക്ക് ജീവിച്ച് കാണിച്ചു തരുന്നു. ഇനി താമരയുടെ വേര് ചെളിയിലാണെങ്കിലും അത് ജലത്തിന് മുകളിലോട്ടാണ് വിടരുന്നത്, ജലത്തിലാണ് വളരുന്നത്. പക്ഷേ അത് ഒരു ഒട്ടലുമില്ല. താമരയിലൊന്നും ജലം ഒന്നും പറ്റിപ്പിടിക്കുകയില്ല. അതുപോലെ നമ്മളും ഒട്ടലില്ലാതെ തന്നെ ജീവിക്കണം എന്നും ഇത് കാണിച്ചു തരുന്നു. ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ശ്ലോകം 9-10. തമത്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭി കൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധ സൗഭഗം മഹാർഹവൈഡൂര്യ കിരീട കുണ്ടല തിഷാപരിഷുപ്ത സഹസ്രകുന്തളം ഉദ്ദാമ കാഞ്ചംഗദ കങ്കണാദിഭിർ വിരോചമാനം വസുദേവ ഐക്ഷത. ഇനി ശ്ലോകം 11. സവിസ്മയോദ്ഭുല്ല വിലോചനോഹരിം സുതം വിലോക്യാനകദുന്ദുഭിസ്തദാ കൃഷ്ണാവതാരോത്സവ സംഭ്രമോ സ്പൃശൻ മുദാദിജേഭ്യോ ആയുധം ആപ്ലുതോ ഗവാം. സ വിസ്മയോ ഉത്ഫുല്ല വിലോചനഃ ഹരിം സുതം വിലോക്യ ആനക ദുന്ദുഭിഃ തഥാ കൃഷ്ണ അവതാര ഉത്സവ സംഭ്രമഃ അസ്പൃശൻ മുദാ ദിജേഭ്യഃ ആയുധം ആപ്ലുതഃ ഗവാ. സാധാരണ കുട്ടി പിറക്കുമ്പോൾ ബ്രാഹ്മണർക്കൊക്കെ പശുക്കളെ ദാനം ചെയ്യും. വസുദേവൻ ശൂരസേന മഹാരാജാവിന്റെ പുത്രനാണ്. അപ്പോൾ ഇപ്പോൾ കൽത്തുറുങ്കിലാണ്. അപ്പോഴെന്താണ്, പശുക്കളെയൊക്കെ ദാനം ചെയ്യണം. എങ്ങനെ ദാനം ചെയ്യും? ഇവിടെ മനസ്സുകൊണ്ട് ദാനം ചെയ്തു എന്നാണ്. അതാണ് ഇവിടെ സഹ വസുദേവ വിസ്മയോത്ഫുല്ല വിലോചനഃ, ആശ്ചര്യത്താൽ വികസിച്ച കണ്ണുകളോടുകൂടിയ സഹ ആനക ദുന്ദുഭി, ആ ആനക ദുന്ദുഭി വസുദേവർ. എപ്പോഴും ആനക ദുന്ദുഭി എന്ന് പറയും. അതായത് വസുദേവൻ മഹാനാണ്. അതാണ് വസുദേവനിൽ ഭഗവാൻ തന്നെ അവതരിക്കും എന്ന് നേരത്തെ തന്നെ ദേവന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് വസുദേവൻ ജനിച്ചപ്പോൾ ദേവന്മാർ ആനകങ്ങളും ദുന്ദുഭിയും മുഴക്കിയത്. അതുകൊണ്ടാണ് വസുദേവർക്ക് ആനക ദുന്ദുഭി എന്ന പേര് കിട്ടിയത്.
അപ്പോ ആനക ദുന്ദുബിയായ വസുദേവൻ ഹരിയെ സുതം പുത്രനായി വിലോക്യ കണ്ടിട്ട്, അപ്പൊ തന്റെ പുത്രനാണല്ലോ ഈ ജനിച്ചിരിക്കുന്നത് എന്ന് കണ്ടിട്ട് അപ്പോൾ കൃഷ്ണ അവതാര ഉത്സവ സംഭ്രമ. കൃഷ്ണൻ ജനിച്ചപ്പോൾ സാധാരണ കുട്ടി ജനിക്കുമ്പോൾ ഏത് വീട്ടിലായിരുന്നാലും വളരെ സന്തോഷമായിരിക്കും. എത്ര പാവപ്പെട്ട വീടായിരുന്നാലും ശരി, അവരവരുടെ രീതിയിൽ അവരെ ആഘോഷിക്കും. അപ്പൊ ഇവിടെ കൃഷ്ണ ഉത്സവ വളരെ സംഭ്രമത്തോട്, ഞാനിപ്പോ എന്ത് ചെയ്യും അല്ലെ, കൽത്തുറുങ്കിലാണ്. പക്ഷേ സന്തോഷിച്ചിട്ട് എന്ത് ചെയ്തു? ആപ്ലുതഹ മുങ്ങി, അതായത് ആ സന്തോഷ ആശ്രുക്കളിൽ മുങ്ങി. കുളിക്കാനൊന്നും പറ്റൂല അവിടെ. അപ്പൊ സന്തോഷ ആശ്രുക്കളിൽ തന്നെ മുങ്ങി. മുതാ സന്തോഷം കൊണ്ട് ആപ്ലുതഹ മുങ്ങിയവനായിട്ട് ദിജേഭ്യക ബ്രാഹ്മണർക്കായിക്കൊണ്ട് ഗവാം ഗോക്കളെ ആയുധം, അത് ആയുധം എന്ന് പറഞ്ഞാൽ 10,000 പശുക്കളെ സ്പർശിച്ചു എന്ന് വെച്ചാൽ സങ്കൽപ്പിച്ചു. ബ്രാഹ്മണർക്ക് 10,000 പശുക്കളെ ദാനം ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുകയാണ്. ഇവിടെ സങ്കല്പിക്കാനല്ലേ പറ്റുള്ളൂ, വസുദേവർക്ക് കൊടുക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? കംസന്റെ കൽത്തുറുങ്കിലാണ്. അതുകൊണ്ട് 10,000 പശുക്കളെ ഞാൻ ഇതാ ദാനം ചെയ്യുകയാണെന്ന് മനസ്സുകൊണ്ട് വസുദേവർ സങ്കല്പിച്ചു. സവിസ്മയോദ്ഭുല്ല വിലോചനോഹരിം സുതം വിലോക്യാനകദുന്ദുബീസ്തദാം കൃഷ്ണാവതാരോത്സവ സംഭ്രമോസ്പൃശൻ മുദാദിജേഭ്യോ ഐദമാപ്ലുതോ ഗവാം. ഇനി ശ്ലോകം 12. അധൈനം അസ്തൗതവതാര്യ പൂരുഷം പരം നതാംഗ കൃതാഞ്ജലിഃ സ്വരോജിഷാ ഭാരതസൂതികാഗ്രഹം വിരോചയന്തം ഗദപി പ്രഭാവവേ. പദച്ഛേദം. അഥ ഏനം അസ്തൗത് അവതാര്യ പൂരുഷം പരം നദാംഗഃ കൃതാഞ്ജലിഃ സ്വരോജിഷ ഭാരത സൂതികാഗ്രഹം വിരോചയന്തം ഗദഭിഃ പ്രഭാവവേ. അഥ അനന്തരം ഭാരത കുലോൽപ്പന്ന, അതായത് ശ്രീശുകൻ ആരോട് പറയാണ്? പരീക്ഷത്തിനോട് പറയാണ്. സ്വരോജിഷ തന്റെ കാന്തി കൊണ്ട് സൂതികാഗ്രഹം, ആ സൂതികാഗ്രഹം എന്ന് വെച്ചാൽ പ്രസവമുറി, കംസന്റെ കാരാഗ്രഹം, ആ മുറിയെ വിരോചയന്തം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന. അപ്പൊ ഭഗവാൻ സ്വരാടാണ്, സ്വയം പ്രകാശിക്കുന്നവനാണ്. ജന്മാദ്യസ്യതോന്യതാതിതരത ചാർത്തേഷഭിജ്ഞ സ്വരാട് പ്രകാശിക്കുന്ന, സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഏന ഇവനെ പരംപുരുഷ, പരനായ പുരുഷൻ എന്ന് അവതാര്യ നിശ്ചയിച്ചു. അപ്പൊ ഇത് ഭഗവാൻ തന്നെയാണ് എന്ന് വസുദേവൻ നിശ്ചയിച്ചു. കൃതതി ശുദ്ധബുദ്ധിയായി, കൃതാഞ്ജലി ചെയ്യപ്പെട്ട കൂപ്പുകൈകളോട് കൂടിയവനായി. എന്നിട്ട് ഭഗവാനെ തൊഴുതു. ഇത് സ്വന്തം മകനാണെങ്കിലും ഇത് ഭഗവാൻ തന്നെയാണെന്ന് വിശ്വസിച്ച്, അതായത് ബുദ്ധി കൊണ്ട് ധരിച്ചിട്ട് കൃതാഞ്ജലി കൈകൂപ്പിക്കൊണ്ട് പ്രഭാവവി, ആ ഭഗവാന്റെ വൈഭവത്തെ അറിയുന്നവനായി, ഗതിഭി ഭയരഹിതനായി. പിന്നെ ആ കംസന്റെ ഭയപ്പാടൊന്നും തോന്നിയില്ല. നതാംഗ നമസ്കരിച്ചിട്ട് അസ്തൗത് സ്തുതിച്ചു. വസുദേവർ ആ ഭഗവാനെ 4 കൈകളോടുകൂടി ആ ഭഗവാനെ കണ്ട് ഇത് ഭഗവാൻ തന്നെ എന്ന് ബുദ്ധി കൊണ്ട് ഉറപ്പിച്ചിട്ട് ആ ഭഗവാനെ കൈകൂപ്പി തൊഴുകയാണ്, തൊഴുത് സ്തുതിക്കുകയാണ്. അഥ ഏനം, ഒന്നുകൂടെ വായിക്കാം. അഥൈനമസ്തൗതവതാര്യ പൂരുഷം പരം നതാംഗ കൃതാഞ്ജലി സ്വരോജിഷാ ഭാരത സൂതികാഗ്രഹം വിരോചയന്തം ഗദഭി പ്രഭാവവേ. അപ്പോൾ അങ്ങനെ ആ ഭഗവാന്റെ ആ തിരു അവതാരത്തിൽ വളരെയധികം സന്തോഷിച്ച വസുദേവർ സന്തോഷസൂചകമായി സ്വസങ്കല്പം കൊണ്ട് പശുക്കളെ ദാനം ചെയ്തു. ഇത് ഭഗവാൻ ആണെന്ന് അറിഞ്ഞു. ആ ഭഗവാന്റെ ആ പ്രകാശം കണ്ട് അറിയാതെ തന്നെ കൈകൂപ്പിപ്പോയി. എന്നിട്ട് ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചു. ഇത് ആ പരമപുരുഷൻ തന്നെയാണ്
ആ പരബ്രഹ്മം തന്നെയാണ്, സച്ചിദാനന്ദ സ്വരൂപൻ തന്നെയാണ് എന്ന് വസുദേവർ മനസ്സിലാക്കി. യസ്യ ഭാസ സർവം ഇതം വിഭാതി. ആരുടെ പ്രകാശം കൊണ്ടാണോ എല്ലാം പ്രകാശിക്കുന്നത്, ആരിൽ നിന്നാണോ ഈ പ്രപഞ്ചമുണ്ടായത്, സച്ചിദാനന്ദ സ്വരൂപിയായ ആ ഭഗവാൻ തന്നെയാണ് തനിക്ക് മകനായി പിറന്നിരിക്കുന്നത് എന്നറിഞ്ഞ വസുദേവർ വളരെ സന്തോഷത്തോടുകൂടി ഭഗവാനെ നമസ്കരിച്ച് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ഇനി ഭഗവാനെ വസുദേവർ സ്തുതിക്കുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഹരി ഗോവിന്ദ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം.